ഗൈസ്, ഒരു പുതിയ വിഭവമായിട്ടാണ് ഞാൻ ഒരുപാട് ദിവസത്തിന് ശേഷം വന്നിരിക്കുന്നത് കേട്ടോ. ഇത് ചിപ്പിത്തോരനാണ് ഗൈസ് ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. ചിപ്പി നല്ലോണം വൃത്തിയാക്കി നല്ലപോലെ അകത്തുള്ള വേസ്റ്റും എല്ലാം കളഞ്ഞ് നമ്മളിത് വേവിച്ച് നല്ലോണം വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലിടാനുള്ള സംഭവങ്ങൾ നോക്കാം. ചെറുള്ളി, ഇഞ്ചി വെളുത്തുള്ളി ഇടിച്ചത്, കറിവേപ്പില, പച്ചമുളക്, ചിപ്പിത്തോരന് വേണ്ടിയുള്ള അരപ്പ്. ഇനി ബാക്കി എന്തൊക്കെയാണ് നമുക്ക് നോക്കിയാലോ. ഓക്കെ, അപ്പോൾ നല്ല വെളിച്ചെണ്ണ നമ്മൾ ചൂടാക്കിയിട്ടുണ്ട്. അതിലോട്ട് നമ്മൾ കടുക് കൂടി ഇട്ട് കൊടുത്തു. അത് ജസ്റ്റ് ഒന്നിങ്ങനെ പൊട്ടി വരുന്ന സമയത്തുണ്ടല്ലോ നമ്മൾ കറിവേപ്പിലയും കൂടെ ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം പച്ചമുളക് ഇട്ട് കൊടുത്തു, ഇഞ്ചി ചതച്ചത്, ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, പിന്നെ ചെറുള്ളിയും കൂടെ ഇട്ട് കൊടുത്താണ്ടല്ലോ. ബാക്കി നമുക്ക് ഇതൊന്ന് സോട്ട് ചെയ്തിട്ട് കാണാം. ഇനി കുറച്ച് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ ഗൈസ്. ഞാൻ ചിപ്പി ഇതിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഗൈസ്. നന്നോണം ഒന്ന് സോട്ട് ചെയ്തെടുക്കുവാണ് കേട്ടോ. നല്ലപോലെ അങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും. ഓക്കെ ഗൈസ്, അപ്പോൾ ഫൈനലി നമ്മൾ അരപ്പിട്ട് കൊടുക്കുവാണ്. എൻ്റെ ഇടയിൽ കൂടെ ഒരു കുളമാവുന്നത് പറ്റിപ്പോയി ഗൈസ്. കുഴപ്പമില്ല, വൃത്തിയായി കഴിയുന്നതാണ്, നോ മാറ്റർ. സോ ഇനി നമ്മളുടെ ചിപ്പിക്കുട്ടന്മാരെ നമ്മൾ നല്ലോണം മൊഞ്ചത്തികളാക്കി എടുക്കുകയാണ് ഗൈസ്. അടിപൊളിയായിട്ട് ഉണ്ടാവും. സോ ഇനി മല്ലിപ്പൊടിയാണ് ഗൈസ് നമ്മൾ ഇട്ട് കൊടുത്തിരിക്കുന്നത്. അതും നല്ലോണം ഒന്ന് സോട്ട് ചെയ്ത് കൊടുക്കുവാണ്. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മുടെ ചിപ്പിത്തോരൻ തയ്യാറായി. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ബൈ.